അമേരിക്കയിലും കാനഡയിലുമുള്ള വൻകിട IT കമ്പനികളിൽ ജോലി ചെയ്യുന്ന മലയാളി പ്രൊഫഷണലുകൾ വളരെ ജാഗ്രതയോടെ മനസ്സിലാക്കിയിരിക്കേണ്ട വിപണിയിലെ പുതിയൊരു മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ബിഗ് ടെക് കമ്പനികളിൽ പരസ്യമായി ആയിരക്കണക്കിന് ആളുകളെ പിരിച്ചുവിടുന്ന മാസ് ലേ ഓഫുകൾക്ക് പകരം ഇപ്പോൾ സൈലന്റ് ലേ ഓഫ് അഥവാ ക്വയറ്റ് ഫയറിംഗ് എന്ന തന്ത്രമാണ് പ്രമുഖ സാങ്കേതിക സ്ഥാപനങ്ങൾ വ്യാപകമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗികമായി പിരിച്ചുവിട്ടു എന്ന് പ്രഖ്യാപിക്കാതെ ജീവനക്കാരെ കൊണ്ട് നിർബന്ധപൂർവ്വം സ്വയം രാജിവെപ്പിക്കുന്ന ഈ തന്ത്രം പ്രവാസി IT പ്രൊഫഷണലുകളുടെ പ്രത്യേകിച്ച് H1B വിസക്കാരുടെ തൊഴിൽ സുരക്ഷിതത്തെയും വിസ സ്റ്റേറ്റസിനെയും എങ്ങനെയാണ് ബാധിക്കുക എന്നതും ഇതിൽ നിന്നും നിങ്ങളുടെ കരിയറിനെയും നിയമപരമായ അവകാശങ്ങളെയും എങ്ങനെ സംരക്ഷിക്കാമെന്നും വിശദമായി അറിയാം. എന്താണ് യഥാർത്ഥത്തിൽ ഈ സൈലന്റ് ലേ ഓഫ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കമ്പനി ഔദ്യോഗികമായി ആളുകളെ പിരിച്ചുവിടുമ്പോൾ അവർക്ക് അമേരിക്കൻ ലേബർ നിയമപ്രകാരം സെവറൻസ് പേ നൽകേണ്ടതായി വരും. കൂടാതെ വാൺ ആക്ട് അതായത് വർക്കർ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് റിട്ടേണിംഗ് നോട്ടിഫിക്കേഷൻ ആക്ട് പ്രകാരം തൊഴിൽ മന്ത്രാലയത്തിനും പ്രാദേശിക സർക്കാരുകൾക്കും മുൻകൂട്ടി അറിയിപ്പുകൾ നൽകുകയും വേണം. ഇത് കമ്പനിയുടെ ഓഹരി മൂല്യത്തെയും ബാലൻസ് ഇമേജിനെയും പ്രതികൂലമായി ബാധിക്കും. ഇത് ഒഴിവാക്കുന്നതിനായി ജീവനക്കാർ സ്വയം ജോലി ഉപേക്ഷിച്ചു പോകുന്ന രീതിയിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്ന തന്ത്രമാണ് ബിഗ് ടെക് കമ്പനികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഇതിനായി പ്രധാനമായും 3 തരം മാർഗങ്ങളാണ് മാനേജ്മെന്റുകൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ രീതിയാണ് കർശനമായ റിട്ടേൺ ടു ഓഫീസ് നയങ്ങളും പെട്ടെന്നുള്ള ലൊക്കേഷൻ മാറ്റങ്ങളും. കോവിഡ് കാലഘട്ടത്തിന് ശേഷം വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ഹൈബ്രിഡ് മോഡലിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരോട് യാതൊരു മുൻകൂട്ടി മുന്നറിയിപ്പുമില്ലാതെ ദിവസങ്ങൾക്കുള്ളിൽ ഓഫീസുകളിൽ നേരിട്ടെത്തി ജോലി ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പലപ്പോഴും ജീവനക്കാരൻ താമസിക്കുന്ന സ്റ്റേറ്റിൽ നിന്നും ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ഹെഡ് ഓഫീസുകളിലേക്കോ റീലൊക്കേറ്റ് ചെയ്യാൻ നിർബന്ധിതരാക്കുന്നു. കുട്ടികളുടെ പഠനം, വീട്, കുടുംബപരമായ സാഹചര്യങ്ങൾ എന്നിവ കാരണം പെട്ടെന്ന് ലൊക്കേഷൻ മാറാൻ കഴിയാത്ത ജീവനക്കാർ മാനസികമായി സമ്മർദ്ദത്തിലാകുകയും വേറെ വഴികളില്ലാതെ ജോലിയിൽ നിന്ന് രാജിവെച്ച് ഒഴിഞ്ഞു പോകാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നു. രണ്ടാമത്തെയും ഏറ്റവും അപകടകരവുമായ രീതിയാണ് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് പ്ലാൻ അതായത് PIP. ഇത്രയും കാലം കമ്പനിയിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ച ജീവനക്കാർക്ക് പോലും പെട്ടെന്ന് വളരെ മോശം പെർഫോമൻസ് റേറ്റിംഗ് നൽകുകയും തുടർന്ന് അസാധ്യമായ ടാർഗറ്റുകൾ അടങ്ങിയ PIP പ്രോഗ്രാമുകളിലേക്ക് ഇവരെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ ജീവനക്കാരുടെ ആത്മവിശ്വാസം തകർക്കുകയും PIP പൂർത്തിയാകുമ്പോൾ കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെടും എന്ന് ഭയം സൃഷ്ടിച്ച് മുൻകൂട്ടി രാജിവെപ്പിക്കുകയും ചെയ്യുന്നു. ഈ രീതിയിലൂടെ കമ്പനി ഒഴിവാകുമ്പോൾ ജീവനക്കാരന് സെവറൻസ് ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ നൽകേണ്ടി വരുന്നില്ല. മൂന്നാമതായി ക്വയറ്റ് ഫയറിംഗ് വഴി ജീവനക്കാർക്ക് അമിതമായ ജോലിഭാരം നൽകുക എന്നതാണ്. അപ്രായോഗികമായ ഡെഡ്ലൈനുകൾ നിശ്ചയിക്കുക അല്ലെങ്കിൽ യാതൊരു പ്രാധാന്യവുമില്ലാത്ത പ്രൊജക്ടുകളിലേക്ക് അവരെ മാറ്റുക എന്നിവയിലൂടെ അവർ സ്വയം നിരാശരായി രാജിവെച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. H1B വിസയിലുള്ള ഒരു ടെക്കി ഈ കെണിയിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന നിയമപരമായ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. കമ്പനി നിങ്ങളെ ഔദ്യോഗികമായി പിരിച്ചുവിടുകയാണെങ്കിൽ USCIS നിയമപ്രകാരം നിങ്ങൾക്ക് 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് ലഭിക്കും. ഈ 60 ദിവസത്തിനകം മറ്റൊരു ജോലി കണ്ടെത്താനോ വിസ സ്റ്റേറ്റസ് മാറ്റാനോ സാധിക്കും. മാത്രമല്ല നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റുകൾക്കും സെവറൻസ് പാക്കേജിനും അർഹതയുണ്ടായിരിക്കും. എന്നാൽ കമ്പനിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നിങ്ങൾ സ്വമേധ രാജിവെക്കുകയാണെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഇൻഷുറൻസ്, അൺഎംപ്ലോയ്മെന്റ് ക്ലെയിമുകൾ, തക്കതായ ആനുകൂല്യങ്ങൾ എന്നിവ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സങ്കീർണമായ സാഹചര്യങ്ങൾ നേരിടുന്ന IT ജീവനക്കാർ ഉടനടി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. ആദ്യമായി നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഔദ്യോഗികമായി രേഖപ്പെടുത്തുക. പെട്ടെന്നുണ്ടാകുന്ന മോശം പെർഫോമൻസ് റിവ്യൂകൾ, ഇമെയിലുകൾ, RTO നിർദ്ദേശങ്ങൾ എന്നിവയുടെ കോപ്പികൾ സൂക്ഷിക്കുക. കമ്പനി നിങ്ങളെ ഒരു കാരണം കാണിക്കാതെ PIPയിൽ ഉൾപ്പെടുത്തുകയോ രാജി ആവശ്യപ്പെടുകയോ ചെയ്താൽ അടിയന്തരമായി സമ്മർദ്ദത്തിന് വഴങ്ങി രാജിപത്രത്തിൽ ഒപ്പിട്ട് നൽകരുത്. തുടർന്ന് ഒരു ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് അറ്റോർണിയെയോ നിങ്ങളുടെ ഇമിഗ്രേഷൻ അറ്റോർണിയോ കണ്ട് നിയമോപദേശം തേടുക. പലപ്പോഴും കമ്പനികൾ നൽകുന്ന മുൻകൂട്ടി തയ്യാറാക്കിയ വയപ്രമാണങ്ങളിൽ ഒപ്പുവെക്കുന്നതിന് പകരം അതിലെ വിസ നിയമങ്ങളും ആനുകൂല്യങ്ങളും കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ H1B സ്റ്റേറ്റസ്, I-94 കാലാവധി, ലേബർ കണ്ടീഷൻ ആപ്ലിക്കേഷൻ എന്നിവ എപ്പോഴും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക.